സ്നേഹമുള്ളവരെ, ഏതൊരു മതത്തിനും പ്രധാനമായിട്ടും 3 ഘടകങ്ങളുണ്ടാകണം. ഒന്ന്, ആ മതത്തിൻ്റെ വിശ്വാസ സംഹിതയും അതിനോട് ചേർന്നുള്ള നിയമ സംഗ്രഹവുമാണ്. വിശ്വാസ സംഹിത ഒരിക്കലും മാറ്റാൻ പറ്റില്ല, നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റപ്പെടുന്നതുമാണ്. രണ്ടാമത്, മതത്തിൻ്റെതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ്. ആചാരാനുഷ്ഠാനങ്ങൾ ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്നതല്ല, ചരിത്രത്തിലെ ഏതെങ്കിലും സംഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണത്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം പെസഹ ആചരണം തന്നെയായിരുന്നു. ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിൻ്റെ ഓർമ്മ എന്ന് നിലനിർത്താൻ വേണ്ടി അവർ തുടങ്ങിയ ആചരണമായിരുന്നു അത്. ക്രിസ്തുമസ് യേശു ലോകത്തിൽ വന്ന് പിറന്നതിൻ്റെ ആചരണമാണ്. അതിനോടനുബന്ധിച്ച് പല ആചാരങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈസ്റ്റർ ഞായറാഴ്ച യേശുവിൻ്റെ ഉയർപ്പാണ് നമുക്കറിയാം. അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പിന്നീട് ആചരണങ്ങളായിട്ട് മാറുന്നത്. ഇനി ഈ നിയമസംഹിതകളിൽ നിന്നും വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ആചാരങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ആത്മീയതയാണ് ഒരു മതത്തെ, ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മതത്തോട് ചേർത്ത് നിർത്തേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആചാരമോ അനുഷ്ഠാനമോ നിയമസംഗ്രഹങ്ങളോ വിശ്വാസ പ്രമാണമോ പോലുമല്ല, പിന്നെയോ അതുവഴിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിട്ടുള്ള നമ്മുടെ ആത്മീയതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യേശു ആത്മീയതയെ പരിപോഷിപ്പിക്കാത്തതായിട്ടുള്ള എല്ലാ ആചരണങ്ങളെയും നിരാകരിക്കുന്നുണ്ട്. പുറമേ നിന്ന് മനുഷ്യർ കാണാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും വേണ്ട എന്ന് തന്നെ അവിടുന്ന് പറയും. അതോടൊപ്പം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നതായിട്ടുള്ള സാപത്താചരണങ്ങൾ യേശു നിഷേധിക്കുന്നുണ്ട്. അതായത് ആചാരങ്ങളെപ്പോഴും മനുഷ്യൻ്റെ ആത്മീയതയെ വളർത്തുന്നതായിരിക്കണം. ആത്മീയത ഈ ആചരണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നിയമമനുസരിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആചാരമനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊരു ഇസ്രായേൽ ആൺകുട്ടികളും ദൈവത്തിന് സമർപ്പിക്കപ്പെടണം. ആൺകുട്ടികൾ മാത്രമല്ല, അവരുടെ മൃഗങ്ങളിലുണ്ടാകുന്ന ആദ്യത്തെ കടിഞ്ഞൂൽ പുത്രന്മാർ ആണായിട്ട് പിറക്കുന്നതിനൊക്കെ ദൈവത്തിന് സമർപ്പിക്കണം. അത് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങളിലാണ് വായിക്കുന്നത്. യേശു ഇതേപോലെ തന്നെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു താനുണ്ടായതിൻ്റെ 40-ാമത്തെ ദിവസം. അതിനു മുൻപേ തന്നെ 8-ാമത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ശിശുവിന് പേരിടണം എന്നുള്ളതും പരിച്ഛേദന കർമ്മം നടത്തണമെന്നുള്ളതുമാണ്. ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെ സ്ഥാപിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളം ശരീരത്തിലും വ്യക്തിത്വത്തിലും പേറുന്നതാണ് പരിച്ഛേദനം നടത്തുക എന്ന് പറഞ്ഞാലും പേരിടുക എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം. യേശു ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. പക്ഷെ അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുറപ്പാട് 13 തന്നെ, ഇത് നിങ്ങൾ സമർപ്പിക്കപ്പെട്ടതിന് തിരിച്ചെടുക്കണം. പക്ഷേ യേശു ആകട്ടെ സമർപ്പിക്കപ്പെട്ടിട്ട് തിരിച്ചെടുത്തിട്ടില്ല. അതിന് കാരണം അവൻ ദൈവത്തിൻ്റെതായിരുന്നു എന്ന് തന്നെയാണ്. ഇതിൽ നിന്നാണ്, യേശുവിൻ്റെ സമർപ്പണത്തിൽ നിന്നും അവിടുത്തെ ദേവാലയത്തിൽ അവിടുന്ന് സമർപ്പിക്കപ്പെട്ടതിൽ നിന്നാണ് നമ്മൾ മാമോദീസ എന്നുള്ള ആചരണം നടത്തുന്നത്. മാമോദീസായിലൂടെ പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നിത്യകാലത്തേക്ക് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണ്. മാമോദീസായിലൂടെ ദൈവമക്കളാകുന്നതോടൊപ്പം തന്നെ നമ്മൾ സഭയുടെ അംഗങ്ങളായിട്ട് തീരുന്നു. അതോടൊപ്പം തന്നെ ഉത്ഭവപാപത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കർമ്മഭാവങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. നിത്യകാലത്തേക്ക് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്ന, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന കൂദാശയാണ് മാമോദീസ എന്ന് നമുക്കറിയാം. മാമോദീസായിലൂടെ ദൈവമക്കളായി തീർന്നിരിക്കുന്ന നമ്മൾ അത് നിഷേധിച്ചാൽ പോലും നമ്മൾ ഒരിക്കൽ മാമോദീസ സ്വീകരിച്ചാൽ എന്ന എല്ലാ കാലത്തേക്കും വേണ്ട ഒരു മുദ്ര നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്.
നമ്മളൊക്കെ ഈ മാമോദീസായിലൂടെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതുപോലെ തന്നെ ഇന്ന് സഭയിൽ സന്യസ്തരെ കൂടെ നമ്മൾ ഓർക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫെബ്രുവരി മാസം 2-ാം തീയതി സന്യസ്തർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഒരു പ്രാർത്ഥനാചരണം നടത്തുകയും ചെയ്തതിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ സന്യസ്തരുടെ ദിവസമായിട്ട് ആചരിക്കുന്നത്. അവർ നമ്മളെപ്പോലെ തന്നെ മാമോദീസ സ്വീകരിച്ച് ദൈവത്തിന് അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു. പക്ഷേ പ്രായപൂർത്തി വന്നപ്പോൾ, പക്വത വന്നപ്പോൾ തങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ടും ദൈവസേവനത്തിന് സമർപ്പിക്കുക എന്നുള്ള വലിയ തീരുമാനമെടുത്തവരാണ്. എന്ന് പറഞ്ഞാൽ വ്രതബദ്ധമായിട്ടുള്ള ജീവിതത്തിലൂടെ അവിഭക്തമായിട്ടുള്ള ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എല്ലാത്തിനുപരിയായിട്ട് ദൈവത്തെ കണ്ട് തമ്പുരാൻ്റെ മുൻപിൽ അവർ എപ്പോഴും പ്രാർത്ഥനാനിരതരായിട്ടും ത്യാഗനിർഭരമായിട്ടുള്ള പ്രാർത്ഥനകളുടെയും അതോടൊപ്പം തന്നെ പ്രതികരിക്കേണ്ടിടത്ത് ദൈവനാമത്തിൽ പ്രതികരിച്ചുകൊണ്ടും അവരവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. അതിനാൽ തന്നെ അവരുടെ എല്ലാ സേവനങ്ങൾക്കും നമ്മൾ പിന്തുണ കൊടുക്കണം, നമ്മുടെ സഹായം കൊടുക്കണം, സഹകരണം കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരെ നമ്മൾ ദൈവസന്നിധിയിൽ അവരെടുത്തതായിട്ടുള്ള അവരുടെ വ്രതബദ്ധമായിട്ടുള്ള ജീവിതം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പിന്തുണയും സഹായങ്ങളും നൽകണം. ഏറ്റവും ഉപരിയായിട്ട് അവരുടെ ജീവിതങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. സഭയ്ക്ക് വേണ്ടിയിട്ടും സഭയിലും അവരവരുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്നതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും വിജയത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കിന്നേ ദിവസം യേശുവിൻ്റെ സമർപ്പണത്തെപ്പറ്റി, അതിന് ചുവട് പിടിച്ച് നടത്തിയ നമ്മുടെ മാമോദീസയെപ്പറ്റി, അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ള സമർപ്പണമായിട്ടുള്ള സന്യസ്ത സമർപ്പണം നടത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും നമുക്ക് ഈ ആചരണങ്ങളുടെയൊക്കെ ഓർമ്മ ആചരിക്കുമ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ആചരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.